PSCയിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചു കണ്ടിട്ടുള്ള ഇന്ത്യയിലെ പ്രധാന അണക്കെട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികളും സംസ്ഥാനങ്ങളും നമുക്ക് കോഡിലൂടെ ഒന്ന് പഠിച്ചെടുത്താലോ. അപ്പൊ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദിയിലാണ്. തെഹരി ഡാം ഭാഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ തെഹരി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ തെറി എന്ന് കണക്ട് ചെയ്യാം. തെഹരി എന്ന് പറയുമ്പോൾ തെറി എന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ തെറി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നീ വന്ന പോലെ പോവില്ല അല്ലെ. നീ വന്ന പോലെ പോവില്ല, നിന്നെ എടുത്തോണ്ട് കൊണ്ടുപോകേണ്ടി വരും. എടുത്തോണ്ട് കൊണ്ടുപോവാ, രഥത്തിൽ കൊണ്ടുപോവാ. രഥം മറ്റുള്ളവർ എടുത്തു കൊണ്ടുപോകണം അല്ലെ. അപ്പൊ രഥത്തിൽ പോകേണ്ടി വരും എന്നോർക്കാം. അപ്പൊ തെഹരി എന്ന് പറയുമ്പോൾ നമ്മൾ തെറി എന്ന് കണക്ട് ചെയ്തു. തെറി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നീ വന്ന പോലെ പോവില്ല, നിന്നെ എടുത്തോണ്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ എങ്ങനെ കൊണ്ടുപോകുന്നത്? രഥത്തിൽ. അപ്പൊ ഇനി ഏത് സംസ്ഥാനത്താണ് തെഹരി ഡാം എന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലാണ് എന്നും ഓർത്തിരിക്കണം. ഉത്തരാഖണ്ഡ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ നമ്മൾ പറഞ്ഞു തെറി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉത്തരാ കൊടുക്കുന്നത്? വന്ന പോലെ പോവാൻ കഴിയില്ല, നിന്നെ എടുത്തോണ്ട് പോകേണ്ടി വരും. അതിൽ നിന്ന് ഉത്തരാഖണ്ഡ് എന്നും കണക്ട് ചെയ്യാലോ. അപ്പൊ തെഹരി ഡാം ഭാഗീരഥി നദിയിലാണ്, ഉത്തരാഖണ്ഡിലാണ്. ഇനി ബക്രാനങ്കൽ ഏത് നദിയിലാണ്? സത്ലജിലാണ്. ബക്രാനങ്കൽ സത്ലജിലാണ്. എങ്ങനെ ഓർക്കാം? ബക്രാനങ്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ കൽ എന്ന് പറയുന്നില്ലേ, കല്ല് എന്ന് കണക്ട് ചെയ്യാ. അപ്പൊ തലയിൽ കല്ല് വീണു എന്നോർക്കാം. സത്ലജ് തല എന്ന് കണക്ട് ചെയ്യാലോ. തലയില് കല്ല് വീണു. ഇനി ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശിലാണ് ബക്രാനങ്കൽ അണക്കെട്ട്. അപ്പൊ നമുക്ക് എന്തോർക്കാം? മഞ്ഞിന്റെ കല്ലാണ് വീണത് എന്നോർക്കാം. മഞ്ഞ് കല്ലാണ് എന്നോർത്താൽ ഹിമം ഹിമം മഞ്ഞ്. ഹിമാചൽ പ്രദേശ് എന്നും കണക്ട് ചെയ്യാലോ. അപ്പൊ ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. ബക്രാനങ്കൽ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കല്ല് എന്ന് കണക്ട് ചെയ്തു. കല്ല് തലയിൽ വീണു. എന്ത് കല്ല? മഞ്ഞിന്റെ, ഹിമത്തിന്റെ കല്ലാണ്. അപ്പൊ ഹിമാചൽ പ്രദേശ് എന്നും കണക്ട് ചെയ്യാലോ. ഇനി ഹിരാക്കുഡ് ഒരുപാട് തവണ PSCയിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം? ഹിരാക്കുഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗുഡ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നില്ലേ? ഗുഡ് ഗുഡ്. ആരോടാ ഗുഡ് എന്ന് പറഞ്ഞത്? മഹാനടിയോടാണ് എന്നോർക്കാം. നടിയോട് എന്ത് പറഞ്ഞു? ആക്ടിങ് ഗുഡ് ആണ് എന്ന് പറഞ്ഞു എന്ന് ഓർക്കാം. അപ്പൊ ഹിരാക്കുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ് എന്ന് കണക്ട് ചെയ്തു. ഗുഡ് എന്ന് ആരോടാ പറഞ്ഞത്? മഹാനടിയോടാണ്. അപ്പൊ മഹാനടി എന്നതിൽ നിന്ന് മഹാനദി എന്ന് കണക്ട് ചെയ്യാം. അപ്പൊ നടികളൊക്കെ ആയി വരുന്നത് എങ്ങനെയാണ്? ഓഡീഷന് പോയിട്ടാണ്. അപ്പൊ ഒഡീഷ എന്നും കണക്ട് ചെയ്യാം. സംസ്ഥാനം ഒഡീഷയാണ്. ഓഡീഷന് പോയിട്ടാണല്ലോ നടിയാവുന്നത് അല്ലെ. അപ്പൊ ഒഡീഷ എന്നും കണക്ട് ചെയ്ത് വെക്കാലോ. ഇനി സർദാർ സരോവർ ഏത് നദിയിലാണ്? സർദാർ സരോവർ നർമ്മദയിലാണ്. അപ്പൊ സർദാർ സരോവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സർദാർജിയുടെ തമാശകൾ കണക്ട് ചെയ്യാം. സർദാർജിയുടെ ഫലിതങ്ങൾ അല്ലെ. അപ്പൊ നർമ്മം എന്ന് കണക്ട് ചെയ്യാലോ. ഫലിതം. നർമ്മം എന്ന് പറഞ്ഞാലും ഫലിതം എന്നാണ് അർത്ഥം. അപ്പൊ നർമ്മദ എന്ന് കണക്ട് ചെയ്യാലോ. സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. അപ്പൊ നമ്മൾ സർദാർജി എന്ന് കണക്ട് ചെയ്തു. സർദാർജിയുടെ ഫലിതങ്ങൾ, നർമ്മങ്ങൾ. അപ്പൊ നർമ്മദ എന്നും കണക്ട് ചെയ്ത് വെക്കാം. ഇനി ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. സർദാർ സരോവർ ഗുജറാത്തിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം? സർദാർജിയുടെ തലയിൽ എന്തുണ്ടായിരിക്കും? റാ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഗുജറാത്ത് എന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ സർദാർ സരോവർ നർമ്മദ നദിയിലാണ്, ഗുജറാത്തിലാണ്. ഇനി ഉറി അണക്കെട്ട് ഏത് നദിയിലാണ്? ചലം നദിയിലാണ്. അപ്പൊ എങ്ങനെ ഓർക്കാം? ഉറിയിൽ ജലമാണ് എന്നോർക്കാം. ഉറി അല്ലെ, നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഉറി ഉണ്ടായിരുന്നു അല്ലെ. ഉറിയിൽ എന്താ വെച്ചിട്ടുള്ളത്? ജലമാണ് എന്നോർത്ത ചലം എന്ന് കണക്ട് ചെയ്യാലോ. ചലം നദിയിലാണ് ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനത്താണ്? ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ജമ്മു ആൻഡ് കാശ്മീരിലാണ് കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഉറി ഡാം. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം? ചില സമയങ്ങളിൽ ജലം വെക്കാം ഉറിയിൽ, ചില സമയത്ത് എന്താണ്? കാശും വെക്കാം. കാശും വെക്കാം, ജലവും വെക്കാം. അപ്പൊ ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ചലം നദിയിലാണ്, ജമ്മു കാശ്മീരിലാണ്. ഇനി അലമാട്ടി ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം? അലമാട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ മാറ്റി എന്ന് ഓർക്കാം. അലമാട്ടി എന്ന് പറയുമ്പോൾ മാറ്റി. എന്താ മാറ്റിയത്? ഒരു കഷ്ണം മാറ്റി വെച്ചു എന്നോർക്കാം. ഒരു കഷ്ണം എന്നതിൽ നിന്ന് കൃഷ്ണ എന്ന് കണക്ട് ചെയ്യാലോ. അലമാട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റി എന്ന് കണക്ട് ചെയ്തു. എന്താ മാറ്റി വെച്ചിട്ടുള്ളത്? ഒരു കഷ്ണമാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഏത് സംസ്ഥാനത്താണ് അലമാട്ടി ഡാം എന്ന് ചോദിച്ചാൽ കർണാടകയിലാണ് അല്ലെ. കർണാടകയിലാണ് അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ എങ്ങനെ ഓർക്കാം? ഒരു അടയുടെ ഒരു കഷ്ണം മാറ്റി വെച്ചു എന്നോർത്താൽ അലമാട്ടി ഡാം കൃഷ്ണ നദിയിലാണ്, കർണാടകയിലാണ് എന്നും ഓർക്കാലോ. ഇനി നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് മഹാഭാരതത്തിലെ അർജുനനെയും കൃഷ്ണനെയും വെച്ച് കണക്ട് ചെയ്ത് പോവാം. അപ്പൊ നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. ഇനി സംസ്ഥാനം ചോദിച്ചാൽ തെലങ്കാനയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലുമായിട്ടാണ് കേട്ടോ. തെലങ്കാന, ആന്ധ്രാപ്രദേശ്. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായിട്ടാണ് നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണ നദിയിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം? അപ്പൊ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? നാഗാർജുന സാഗർ ഡാം കൃഷ്ണ നദിയിലാണെന്ന് മഹാഭാരതത്തിലെ അർജുനനെയും കൃഷ്ണനെയും വെച്ച് കണക്ട് ചെയ്തു. അപ്പോ കൃഷ്ണനും അർജുനനും അറ്റ് യുദ്ധഭൂമി എന്നോർക്കാം. എവിടെയാണ്? അറ്റ് യുദ്ധഭൂമി. എ എന്നതിൽ നിന്ന് ആന്ധ്രാപ്രദേശും കണക്ട് ചെയ്ത് വെക്കുക, ടി എന്നതിൽ നിന്ന് തെലങ്കാനയും കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പൊ നാഗാർജുന സാഗർ ഡാം കൃഷ്ണ നദിയിലാണ്. തെലങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കിഷൻ ഗംഗ ഏത് നദിയിലാണ്? ചലം നദിയിലാണ്. നമുക്ക് എങ്ങനെ ഓർക്കാം? കിഷൻ ഗംഗ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മിഷൻ എന്ന് കണക്ട് ചെയ്യാലോ. കിഷൻ എന്ന് പറയുമ്പോൾ മിഷൻ എന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോ മിഷൻ വന്നു കഴിഞ്ഞാല് ചൽ എന്ന് പറയും എന്നോർക്കാം. ചൽ, അല്ലെ? ചൽ, ഹിന്ദിയിൽ ചൽ എന്ന് പറഞ്ഞാൽ നടക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ ചൽ എന്ന് പറയും എന്നോർക്കാം. മിഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? ചൽ. അപ്പൊ ചലം നദി എന്ന് കണക്ട് ചെയ്യാലോ. ഇനി സംസ്ഥാനം ചോദിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ ആണ്. എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം? അപ്പൊ കൂടുതൽ മിഷൻസ് നടക്കുന്നത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് അല്ലെ. അപ്പൊ അങ്ങനെ വെച്ച് കണക്ട് ചെയ്ത് പോവാം. കിഷൻ ഗംഗ ചലം നദിയിലാണ്, ജമ്മു കാശ്മീരിലാണ്. ഇനി ബഗ്ലിഹർ അണക്കെട്ട് ഏത് നദിയിലാണ്? ചിനാബ് നദിയിലാണ്. അപ്പൊ ബഗ്ലിഹർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ബഗ്ലി, ക്ലീൻ എന്ന് കണക്ട് ചെയ്തൂടെ? ബഗ്ലി എന്ന് പറയുമ്പോൾ ക്ലീൻ. എന്താ ക്ലീൻ ആക്കിയത്? നാവ് ക്ലീൻ ആക്കി. ഇനി സംസ്ഥാനം ചോദിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അപ്പോ അതിൽ നിന്ന് നമുക്ക് അമ്മു എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അമ്മു എന്ത് ക്ലീൻ ആക്കി? നാവ് ക്ലീൻ ആക്കി. ജമ്മു ആൻഡ് കാശ്മീരിലാണ് ബഗ്ലിഹർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി ദുൽഹസ്തി അണക്കെട്ട് ഏത് നദിയിലാണ്? ചിനാബ് നദിയിലാണ്. ദുൽഹസ്തി ചിനാബ് നദിയിലാണ്. അപ്പൊ ദുൽഹസ്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഗുസ്തി എന്ന് കണക്ട് ചെയ്യാം. ഗുസ്തി പിടിച്ച് എന്ത് പോയി? നാവ് പോയി. ആരുടെയാണ്? അമ്മുവിന്റെ. ഗുസ്തി പിടിച്ച് നാവ് പോയി അമ്മുവിന്റെ. അപ്പൊ എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്